ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് റെഡി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വേദൂട്ടി സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. വേദും പ്രതി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല അവിടെ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സൺഡേ ആണ് പരിപാടി. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏടത്തിയമ്മ പ്രസവത്തിന് പോണ പരിപാടിയാണ്. 9ാം മാസമാണ് കേട്ടോ പ്രസവത്തിന് പോണത്. അപ്പോൾ ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ അതും കൊണ്ടും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പെട്രോളൊക്കെ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത ശേഷം 7 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതൽ വേണം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അന്ന് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം സമയം 7 മണി ആയിട്ടുണ്ട്. ഇന്നാണ് പ്രസവത്തിന് പോണ ദിവസം. എന്നിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റതും നിത്യ ഫോൺ നോക്കിയിട്ടിരിക്കുകയാണ്. അവൾ പിന്നെ ഏകദേശം ഒരു 6:30 ഉറങ്ങി എണീക്കും. വേദൂട്ടിയും പ്രതിക്കുട്ടിയും ഇവിടെ നല്ല ഉറക്കമാണ് കേട്ടോ. എന്നിട്ട് അമ്മായിനെ നോക്ക്, കണ്ടില്ലേ ചിച്ച്. ആ അഗുവ നോക്കടാ. ചിച്ചടിത്തിരി. അങ്ങനെ രാവിലെ തന്നെ ചെറിയമ്മ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പേര് മാത്രമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അവർക്കുള്ള പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പായസം മാത്രം വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയമ്മ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ രാവിലെ ഫുഡൊക്കെ കഴിച്ചു, മരുന്നൊക്കെ കഴിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 11:30 അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരൊക്കെ വന്ന ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ വീഡിയോസ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ അച്ചാർ, സാലഡ്, റൈസ് പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ പോകാനുള്ള സമയമുണ്ട്. ഏകദേശം 1:30 മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്തായിരുന്നു സമയം. ഒരു ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ 1:30 മുൻപായിട്ട് ഇറങ്ങണം. അപ്പോൾ അവൾ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടുകാർ മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അത്. ഏകദേശം മാർച്ച് ലാസ്റ്റാണ് അവൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 1:30 മുമ്പായിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഏട്ടൻ്റെ മോനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടോയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വീട് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വീട് അടുത്ത് തന്നെയാണ്.
അങ്ങനെ അവരൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയത് മേമൻ്റെ വീട്ടിലോട്ടാണ്. ഇതാണ് കേട്ടോ മേമൻ്റെ വീട്. ചെറിയച്ഛനും മോളും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് വീട്, കോങ്ങാടാണ് വീട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലവും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാൻ. ഇതാണ് വീട്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അവിടെ ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നേരെ ഞങ്ങൾ പോയത് ഒരു മാളിലോട്ടാണ് കേട്ടോ പോയത്. ഡിക്കാത്ലോൺ എന്ന് പറയുന്ന ഒരു മാളുണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ കുട്ടികൾക്ക് പറ്റിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം കുട്ടികളൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ അവരെയും കൂടെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇങ്ങനൊരു ഗെയിമും ഉള്ളത് അറിയില്ലായിരുന്നു. യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു പാർക്ക് ഉള്ളതായിട്ട് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ട്. 1 മണിക്കൂറിന് 450 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല അടിപൊളി ഗെയിംസ് ആയിരുന്നു. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഓരോ സോക്സ് വേണം. അതാ കണ്ടില്ലേ, എല്ലാവരും സോക്സ് ഇട്ടിട്ടുണ്ടാവും കാലിൽ. അവിടെ സോക്സിന് 50 രൂപയാണ് ഒരു ജോഡിക്ക്. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ കയ്യിൽ സോക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 4 പേര് ഓരോ ജോഡി സോക്സ് വാങ്ങിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. ഫുൾ AC ആയിരുന്നു. 1 മണിക്കൂറിന് 450 രൂപയാണ്. കൂടുതൽ ടൈം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 4 പേരും കൂടെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അച്ഛനും അമ്മയും പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ. അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് കയറ്റി വിട്ടാൽ പിന്നെ കുട്ടികളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവർ തന്നെ നോക്കിക്കോളും. പിന്നെ നമുക്ക് നമ്മുടേതായ ഗെയിമായിട്ട് കളിക്കാം കേട്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ കുറേ പാരൻസും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ നോക്കുകയും ചെയ്യും. അതേപോലെ തന്നെ 1 മണിക്കൂറാകുമ്പോൾ അവർ നമ്മളെ പുറത്താക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടിയാണ്. അടിപൊളിയാണ്. വേദുകുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദുകുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വേദുകുട്ടി മാത്രമല്ല ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ സന്തോഷം കൂടെയാണ് വേദുകുട്ടി കാണിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല വൃത്തിയായി ഭയങ്കര നീറ്റായിട്ടുള്ളൊരു സ്ഥലവും കൂടെയാണ്. പുതിയതായതുകൊണ്ടായിരിക്കാം നല്ല അടിപൊളിയാണ്. നല്ല കളർഫുള്ളായിട്ട് തന്നെ എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.